Hey guys, this is Sooraj and welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year മേലെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കഴിഞ്ഞാൽ കണ്ടവർക്കറിയാം. കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഈ ബട്ടണിൽ കൊടുക്കാം, അപ്പോൾ അത് കണ്ടുനോക്കും. അപ്പോൾ ഇന്നെന്തായാലും പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ActionCamsIndia എന്ന് പറഞ്ഞ ഒരു കമ്പനി, അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഹെൽമെറ്റ് ചിൻ മൗണ്ടാണ്. നമ്മൾ GoPro ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റിനെ മൗണ്ട് ചെയ്യാനായിട്ട് സാധാരണ എന്താ പറയുക, പലരും നമ്മുടെ msealൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ msealാണ് മുമ്പ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വേറൊരു ഹെൽമെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നി mseal ചെയ്യേണ്ട, ഇങ്ങനത്തെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ തോന്നി. അപ്പോൾ ഇത് ഞാനിന്ന് പരിചയപ്പെടുത്താണ്. പലർക്കും അറിയുന്നതായിരിക്കും ഇത് എന്തായാലും, പക്ഷെ എന്നാലും നമുക്കിതൊന്ന് പരിചയപ്പെടാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഇതാണ് സംഭവം. ഇത്രയൊരു സാധനം. ഇത് നമ്മുടെ ഹെൽമെറ്റിൽ നമ്മൾ ചിന്നിൽ നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാം. ഇതിനുള്ളിലേക്ക് പോവും, നമ്മുടെ വൈസറിൻ്റെ അടിയിൽ കൂടെ. പിന്നെ നമ്മൾ ഇതിനകത്ത് അങ്ങോട്ട് സ്ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഗ്രിപ്പായിരിക്കും ഇത്. നല്ലോണം നമ്മുടെ ഹെൽമെറ്റുമ്പോൾ ഇതായിരിക്കും, എന്താ പറയുക, സ്റ്റിക്കായിട്ടിരുന്നോളൂ ഈ സാധനം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും ലോക്ക്ഡൗണിന് മുമ്പാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഓൾമോസ്റ്റ് ഫെബ്രുവരിയിലാണ് സാധനം മേടിച്ചത്, പക്ഷെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൗണ്ടും കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതുമേക്ക് നമുക്ക് നമ്മുടെ GoPro ഇതുമേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. GoProൻ്റെ മൗണ്ട് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ആയിട്ട് ഇരുന്നോളൂ സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് GoPro കണക്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ActionCamsIndiaയുടെ 2 സ്റ്റിക്കർ കൂടി തരുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ ഇപ്പോൾ കവർ ചെയ്യപ്പോൾ അതിനകത്ത് കണ്ടാണ്. അപ്പോൾ ഇത് 2 സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് നമ്മുടെ ഹെൽമെറ്റ് സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 2.0 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ക്ലാമ്പ് ഉണ്ടാവില്ല. ഇതിന് പകരം ഡയറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, സ്ക്രൂ ചെയ്യുന്ന ടൈപ്പായിരിക്കും. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരാൻ നമുക്ക് പറ്റില്ല. ഇത് തിരിച്ചു വന്ന് നിൽക്കേണ്ടി വരും. മറ്റേതാകുമ്പോൾ നമുക്ക് ക്ലാമ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിങ്ങനെ പൊക്കിയിട്ട് ജസ്റ്റിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ക്യാമറ എന്താ പറയുക മൗണ്ട് ചെയ്യുന്നതിന് ക്യാമറ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് 900 rupees അവരുടെ സൈറ്റിൽ വരുന്നത്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ActionCamsIndia എടുക്കുക, അല്ലെങ്കിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇത് ഹെൽമെറ്റ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മൗണ്ട് ചെയ്യാൻ നോക്കാം. ഇതിപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്യുക സാധനം ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കാര്യം വിട്ടുപോയി, അതിന് മുമ്പ് നമ്മുടെ ഹെൽമെറ്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വീണ്ടും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്ട്രാപ്പ് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ട്. മൗണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വെച്ച ഗാർഡ് നമുക്ക് തിരിച്ചു വയ്ക്കാം. ഈ ഗാർഡ് നമുക്ക് ഇതിനോട് സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് വെക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ട്രാപ്പല്ല, ആ ഗാർഡിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്ട്രാപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാർഡും വെച്ചിട്ടുണ്ട്. ഗാർഡ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രാപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. ഇനിയിപ്പോൾ GoPro ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ GoProയുടെ സാധാ കേസ് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ mseal വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും വളരെ എന്തുകൊണ്ടും ഭേദം ഇത് തന്നെയാണ്. mseal എപ്പോഴും നമുക്ക് എന്താ പറയുക, ഹെൽമെറ്റുമ്പോൾ തന്നെ ഉണ്ടാവും അത്. അപ്പോൾ അത് ഇത്തിരി വൃത്തികേടാണ് mseal വയ്ക്കുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് സ്ട്രാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് അയച്ച് മാറ്റുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് പോകാം, എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇത് വണ്ടിയിൽ വെച്ച് നോക്കി നമുക്കറിയാം. ഇപ്പോൾ എങ്ങനെ ഒരു പോരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു സാധനം മസ്റ്റാണ്, നമ്മുടെ മാസ്ക്. അപ്പോൾ മാസ്ക് വയ്ക്കാം. അപ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വണ്ടിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ GoProയിലെ ഫുട്ടേജാണ്. ഇപ്പോൾ GoPro നമ്മൾ എന്തായാലും ചിൻ മോഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എൻ്റെ വോയിസ് ഇപ്പോൾ ഡയറക്റ്റ് മൈക്കിൽ നിന്നാണ്, അപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്നാലും നമുക്ക് സംസാരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ എനിക്കറിയാം ഇതിപ്പോൾ സ്റ്റെബിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ലോക്ക്ഡൗണൊക്കെയാണ്, ആൾക്കാരെല്ലാവരും മാസ്ക് വെച്ച് ഇറങ്ങുന്നുണ്ട്. എന്നാലും തിരക്ക് കുറവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം ആൾക്കാർ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഇപ്പോൾ 4ാമത്തെ സ്റ്റേജാണ്. നമുക്ക് എന്നാലും അത്യാവശ്യം ആൾക്കാരെ കാണാൻ എല്ലാവരും തന്നെ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് ആൾക്കാരെന്തായാലും 2 വീലേഴ്സ് ആൾക്കാരെന്തായാലും മാസ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് തോന്നുന്നുണ്ട്. ഹെൽമെറ്റ് കൂടി വെച്ചാൽ നന്നായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ATMക്ക് പോയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊട്ട് ലൂസായ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സ്പീഡ് പോകാനുള്ള കൂടി ഇല്ല അവിടെ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റേബിൾ തന്നെയാണ്. ഹെൽമെറ്റ് ആയിരുന്നു വണ്ടി ഷെയ്ക്കുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാപ്പ് ഒട്ടും ഷെയ്ക്കാവുന്നില്ല. ഹെൽമെറ്റ് നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിനുള്ള വീഡിയോസ് കാണാനായിട്ട്. പിന്നെ എന്തായാലും നല്ല വീഡിയോസായിട്ട് വരും, അതുറപ്പാണ്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.